ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നുള്ള ദൈവവചന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ദൈവവചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന തിരുവചനം നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 9-10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, എന്നാൽ യേശു അവരെ എതിരേറ്റു, നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നു അവന്റെ കാൽ പിടിച്ചു അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയിലേക്ക് പോകുവാൻ പറയുവീൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിനും അടക്കത്തിനു ശേഷമായി യേശുക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ താൻ പറഞ്ഞ ക്രൈസ്തവ മാർഗത്തിൻ്റെ വഴികളെല്ലാം അവസാനിക്കുന്നു എന്ന് ശിഷ്യന്മാർക്കടക്കമുള്ള ലോകത്തിലെ സകല മനുഷ്യർക്കും തോന്നിയെങ്കിലും തൻ്റെ ജീവിതകാലത്ത് താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം താൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷനായി നിൽക്കുമ്പോൾ അവർ ഭയപ്പെട്ടു നിൽക്കുന്നു. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് വന്ദനം, എൻ്റെ അരികത്തേക്ക് വന്ന് എന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞാൻ ജീവിച്ചെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ബോധ്യപ്പെടുത്തി പറയുകയാണ്. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കയ്യും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ച് നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്ന വാക്യമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നും ശിഷ്യന്മാർ സാക്ഷ്യപ്പെടുത്തുന്ന അപ്പുറം മഗ്ദലക്കാരത്തിയായ മറിയ കണ്ടു എന്ന് പറയുന്നതും ശിഷ്യന്മാരുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് എന്നെ നിങ്ങൾ കണ്ടും തൊട്ടും എന്നെ ഉയർപ്പിൽ വിശ്വാസമുള്ളവരായി തീരുക എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തൻ്റെ കാൽ പിടിച്ചു തന്നെ നമസ്കരിക്കുന്ന ആളുകളെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഒരു യാഥാർത്ഥ്യമായ സംഭവമായിരുന്നു എന്നും കണ്ടും തൊട്ടും മനസ്സിലാക്കിയ ശിഷ്യന്മാരുടെ സാക്ഷ്യപ്പെടുത്തലാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു എന്നും തന്നിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും മരണാനന്തര ഒരു ഉയർപ്പ് ഉണ്ട് എന്നും പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എങ്കിൽ അത് അവരുടെ മരണാനന്തര ഉയർപ്പിന് ശേഷം കർത്താവിനോട് കൂടെയുള്ള വാസത്തിനും കാരണമായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തലങ്ങളിൽ വിശ്വാസമുള്ളവരായി ഒരു ജീവിതം നമുക്ക് പുതുക്കണം. ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതിനെന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ കേൾവിക്കാർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു, തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം യേശുക്രിസ്തു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാനും ഞങ്ങൾക്ക് നല്ലൊരു ഉയർപ്പ് ലഭിക്കാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.